നമ്മളെ ഈ സ്കൂൾ തുടങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈശോ മിശിഹായുടെ ജന്മദിനത്തിൻ്റെ മഹാജൂബിലി ഒക്കെ ആരംഭിച്ചപ്പോഴത്തേനും സഭയ്ക്ക് എന്ത് ചെയ്യാനാകുമെന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ചങ്ങനാശ്ശേരി FCC ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ ദേവമാതാ പ്രൊവിൻസിൽ നിന്ന് ഒരു തീരുമാനത്തിലെത്തി നമുക്ക് ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങാമെന്ന്. അതെവിടെയാകാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇവിടെ ചുങ്കപ്പാറയിൽ നിന്ന് ഇവിടുത്തെ വികാരി അച്ഛന് വേറെ ഇവിടുത്തെ ആൾക്കാരും കൂടി ഒരു ചെറിയ മഠം ഇവിടെ തുടങ്ങാമോ എന്ന് ചോദിച്ചത്. അപ്പം പ്രൊവിൻസിൽ നിന്ന് തന്നെ അങ്ങ് തീരുമാനമായി, എന്നാൽ നമുക്കിവിടെ ബുദ്ധിമാന്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാമെന്ന്. അങ്ങനെ 2000 ഒക്ടോബർ 4 നമ്മൾ ഈ ചുങ്കപ്പാറ നാട്ടിലേക്ക് കയറി വന്നത്. അപ്പം അങ്ങനെ ആയിരുന്നപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞ് ഇവിടെ ഉടനെ വരാൻ പറ്റുകയില്ലാഞ്ഞതുകൊണ്ട് വികാരിയച്ഛനൊക്കെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തു തന്നു. അവിടുത്തെ അച്ചായനും അമ്മയും മകൻ്റെ വീട്ടിലേക്ക് മാറിയിട്ട് ആ വീടാണ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ ഏകദേശം 1.5 വർഷത്തോളം താമസിക്കുകയുണ്ടായി. അവിടുന്ന് ഈ കെട്ടിടം പണി പൂർത്തിയായപ്പോൾ ഇങ്ങോട്ട് മാറി. അപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലെ 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത് തുടക്കത്തിൽ. ആ കുട്ടികളുമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത അഭിവന്യ മാർ ജോസഫ് പൗത്തിൽ പിതാവാണ്. പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ഇവിടെ വെഞ്ചരിക്കുകയും സ്കൂൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പിന്നീട് നമ്മളിവിടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 5 കുട്ടികളോടുകൂടി ഇവിടെ ആരംഭിച്ചെങ്കിലും 1 വർഷത്തിനുള്ളിൽ 17 കുട്ടികൾ ഇവിടെ വന്നു. അങ്ങനെ അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കുകയുണ്ടായി. ദൂരെയുള്ള കുട്ടികളൊക്കെ ആയിരുന്നത് കൊണ്ടുണ്ടല്ലോ, നമുക്ക് വണ്ടിയാൽ ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു. നമുക്കൊരു വാഹനമില്ലായിരുന്നു. ആ സമയത്ത് ഒരു ജീപ്പ് വാടകയ്ക്ക് എടുത്ത് ആ ജീപ്പിലാണ് കുട്ടികളെ 2 ട്രിപ്പായിട്ട് കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരുന്നത്. അധികം താമസിക്കാതെ തന്നെ നമുക്കൊരു വാഹനം ക്രമീകരിച്ച് തരാനായിട്ട് പ്രൊവിൻസിന് സാധിച്ചു. പ്രൊവിൻഷ്യൽ ഹൗസ് വേറെ ഏതോ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടാണ് ആ വാഹനം നമുക്ക് തന്നത്. പിന്നീട് ആ വാഹനത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോഴത്തേനും 32 കുട്ടികളോടും ഇവിടെ വരികയുണ്ടായി. ആദ്യമേ തന്നെ 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഗവൺമെൻറ് രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്തു. അതുപോലെ സ്കൂൾ ആദ്യമേ നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തായിരുന്നു. അങ്ങനെ സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ്റിൻ്റെ ഇതിനോട് ചേർത്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ആദ്യമേ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 2 പേരെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ ആൾക്കാർ വന്നു. അങ്ങനെ സ്കൂള് ക്രമേണ വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇവിടെ ആൾ കുറവായിരുന്നത് കൊണ്ട് വേറെ സിസ്റ്റേഴ്സിനെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് പഠിക്കാൻ വിടുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ സിസ്റ്റേഴ്സ് 5 പേര് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർ B.Ed, സ്പെഷ്യൽ B.Ed, സ്പെഷ്യൽ M.Ed കഴിഞ്ഞവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഓറോഫേഷ്യൽ തെറാപ്പി ഇവയ്ക്കൊക്കെ പുറത്തു നിന്ന് ആളുകാരെ എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഓറോഫേഷ്യൽ തെറാപ്പി ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളും കൂടെ കുട്ടിയുടെ കൂടെ വരികയും കുട്ടികൾ എങ്ങനെ ചെയ്യിക്കണമെന്ന് 2-3 എക്സസൈസുകൾ അവരെ പഠിപ്പിച്ചു വിടുകയും ചെയ്യും. അത് ആ ഓറോഫേഷ്യൽ തെറാപ്പിസ്റ്റ് പറയുന്ന അനുസരിച്ച് വീട്ടിൽ പേരൻസ് പോയി ചെയ്യുക. പിന്നെ പിറ്റേ മാസം അവർ വരികയുള്ളൂ. കാരണം ഒത്തിരി ദൂരം നിന്ന് വരുന്ന ഓറോഫേഷ്യൽ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് പിറ്റേ മാസം അപ്പോഴത്തേനും ഇവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത അതായത് ഇപ്പം തുപ്പൽ ഒലിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഡ്രൂളിംഗ് ഒക്കെ നിർത്താനായിട്ട് ആ എക്സസൈസ് ഒത്തിരി ഉപകാരമായിരുന്നു. അതുപോലെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പിള്ളേരെയും കൊണ്ട് മത്സരത്തിന് പോകാറുണ്ട്. അത് സ്പെഷ്യൽ ഒളിമ്പിക്സിനും പോകാറുണ്ട്. അതുപോലെ ആർട്സ് ആൻഡ് ഗെയിമിന് അങ്ങനത്തെ കാര്യങ്ങൾക്കും പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി ധാരാളം സമ്മാനങ്ങൾ കുട്ടികൾ വാങ്ങിക്കൊണ്ട് വരികയും അവർക്ക് ഒത്തിരി സന്തോഷമാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ എല്ലാ ഡിസബിലിറ്റിയിലുള്ള കുട്ടികളെയും മത്സരിപ്പിക്കുന്നതിനകത്ത് നമ്മുടെ കുട്ടികളും പങ്കെടുക്കാറുണ്ട്. എല്ലാ കുട്ടികളെയും ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ക്ലാസ്സുകൾ തിരിക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രായവും IQ ലെവലും അനുസരിച്ചാണ് ക്ലാസ് തിരിക്കുന്നത്. അത് ഓരോ വർഷവും ഇവരുടെ മെൻ്റൽ ഏജ് അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ പദ്ധതി ഗവൺമെൻറ് തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലെസൺ പ്ലാൻ IEP ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും ഗ്രൂപ്പ് ടീച്ചിങ്ങും ഉണ്ട്. ടീച്ചേഴ്സ് ലെസൺ പ്ലാൻ തയ്യാറാക്കി അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. കെയർ ഗ്രൂപ്പ്, പ്രീ പ്രൈമറി, പ്രൈമറി,
ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡറി ഗ്രൂപ്പ്, സെക്കൻഡറി ഫസ്റ്റ് സെക്കൻഡ്, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ എന്നീ ലെവലിലാണ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് എടുക്കുന്നത്. രാവിലെ ഇവിടെ 7:30 സ്കൂൾ ബസ് ഇവിടെ നിന്ന് പുറപ്പെടും കുട്ടികളെ എടുക്കാനായിട്ട്. ഒരു 9:45 കൂടി സ്കൂൾ ബസ് ഇവിടെ വരും. 9:45 നമ്മൾ എല്ലാവരും കൂടെ പ്രെയർ ചൊല്ലും. പ്രെയർ ചൊല്ലിയിട്ട് ഹാളിൽ എല്ലാ കുട്ടികളുമായിട്ട് പോയി നമ്മൾ അരമണിക്കൂർ എക്സസൈസ് ചെയ്യും. സുംബ ഡാൻസ് ആയിരിക്കും മിക്കവാറും നമ്മൾ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് 10:30 to 11:15 വരെ എല്ലാ കുട്ടികളും അതാത് ക്ലാസ്സിൽ പോയി അവരുടെ ക്ലാസ് ആക്ടിവിറ്റീസ് ചെയ്യും. 11:15 തൊട്ട് 11:30 വരെ അവർക്ക് ബ്രേക്കാണ്. 11:30 തൊട്ട് 12:25 വരെ വീണ്ടും ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റീസാണ്. 12:30 തൊട്ട് നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. 12:30 ആകുമ്പോൾ കുട്ടികൾ ലഞ്ചിന് പോയിട്ട് 1 മണി തൊട്ട് 2 മണി വരെ കുട്ടികൾ ഹാളിൽ TV-യും അതുപോലെ മ്യൂസിക് അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെയാണ് കുട്ടികൾ ചെയ്യാറുള്ളത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് പിന്നീട് നമ്മൾ ക്ലാസ് ആരംഭിക്കുക. 2 മണി തൊട്ട് 2:50 വരെ ക്ലാസ് ആക്ടിവിറ്റീസിലായിരിക്കും മുൻഗണന കൊടുക്കുക. അത് കഴിഞ്ഞ് 2:50 ബ്രേക്ക് കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമുക്ക് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ ഫുൾ ഡേ ചൊവ്വാഴ്ച ദിവസം നമുക്ക് വരും. സ്പോർട്സിൻ്റെ ഒരു സാറ് ബുധനാഴ്ച ദിവസങ്ങളിൽ വരും. അപ്പോൾ അന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയത്ത് സ്പോർട്സ് ആയിരിക്കും നമ്മൾ ചെയ്യാറ്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹോമിയോയിൽ നിന്നൊരു യോഗ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ വരാറുണ്ട്. ടീച്ചർ 10 തൊട്ട് 11 വരെ ടൈം ടീച്ചർ ഹാളിൽ കുട്ടികൾക്ക് യോഗ പരിശീലനം നടത്തും. അത് കഴിഞ്ഞ് സാധാരണ ക്ലാസ് പോലെ ക്ലാസ് മുന്നോട്ട് പോകും.